لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم على من أرسلته شاهدا ومبشرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا وعلى آله وأصحابه أجمعين. പ്രിയമുള്ള എൻ്റെ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹു അവന്റെ രക്ഷയും കരുണയും എല്ലാവരിലും ചൊരിയട്ടെ എന്ന് ആമുഖമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഹജ്ജുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയാണ് ഇന്ന് നമ്മൾ നടത്തുന്നത്. നമ്മൾ ഇതിന് ഒരു തലക്കെട്ട് കൊടുക്കുവാൻ വേണ്ടി ബഹുമാനപ്പെട്ട യൂസുഫ് അലി മാഷെ ആവശ്യപ്പെട്ടപ്പോഴ് ഞാൻ മരണമുഖത്തേക്കൊരു യാത്ര എന്നാണ് പറഞ്ഞു കൊടുത്തത്. അദ്ദേഹം അതിനെ കുറച്ചുകൂടി മയപ്പെടുത്തിയിട്ട് അദ്ദേഹം വേറൊരു രൂപത്തിൽ ആ വിഷയം എഴുതി പോസ്റ്റർ എല്ലാവരിലേക്കും പാസ് ചെയ്യുകയുണ്ടായി. ഏതായാലും ഇത് കേൾക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് മരണമുഖത്തേക്കൊരു യാത്ര എന്ന് ഹജ്ജിനെ അങ്ങനെ വിശേഷിപ്പിക്കുന്നത് എന്ന് ഒരു പക്ഷേ നമ്മളെല്ലാവരും ചിന്തിച്ചേക്കാം. നമുക്കറിയാം, നമ്മുടെ ജീവിതം മരണമുഖത്തേക്കുള്ളൊരു യാത്രയാണ്. അള്ളാഹു നമ്മുടെ എല്ലാം തന്നെ സമയം കുറിച്ചു കഴിഞ്ഞു. പലപ്പോഴും മനുഷ്യന് അവന്റെ ജീവിതത്തിൽ അവന്റെ അവസാന നിമിഷത്തെ കുറിച്ച് ചിന്തിക്കാതെ അവന്റെ ഇഷ്ടാനുസരണം കൂടുന്നവനാണ്. ഒരു നെടുവീർപ്പിന്റെ സമയങ്ങളിൽ മാത്രം അവനവന്റെ സൃഷ്ടികർത്താവിനെ സ്മരിക്കുകയും അവൻ സ്വസ്ഥനായി കഴിഞ്ഞാൽ അവന്റെ ഇച്ഛാനുസരണം അവന്റെ ജീവിതത്തെ പ്രയോഗിക്കുകയും ചെയ്യുന്നവൻ. ലോകത്ത് അമ്പിയാക്കന്മാരെല്ലാവരും അള്ളാഹു ഉണ്ട് എന്ന് പറയുന്നതിനപ്പുറം അള്ളാഹുവിന്റെ അളമത്തിനെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും അള്ളാഹുവിന്റെ അളമത്തിൽ മനുഷ്യൻ അഗാധമായി ഉൾക്കൊള്ളേണ്ടത് അവന്റെ മരണാനന്തര ജീവിതത്തെയാണ് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചവരാണ് ലോകത്ത് കടന്നുപോയ എല്ലാ അമ്പിയാക്കന്മാർ. നമുക്കറിയാം, അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യന് അടിസ്ഥാനപരമായി 6 കാര്യങ്ങളെ രൂഢമൂലമായി ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എണ്ണി പറയുന്നത് പോലെ എന്താണ് ഈമാൻ, എന്തിലെല്ലാം നിങ്ങൾ രൂഢമൂലമായ വിശ്വാസം പുലർത്തണമെന്ന് റസൂലുള്ള പഠിപ്പിക്കുന്ന 6 കാര്യങ്ങൾ, വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന 6 കാര്യങ്ങൾ. അൻ തുഅ്മിന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി വൽ യൗമിൽ ആഖിരി വൽ ഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല. നമ്മൾ ചെറുപ്രായത്തിലേ പഠിച്ചു വരുന്ന 6 കാര്യങ്ങളാണ്. അള്ളാഹുവിൽ, മാലാഖമാരിൽ, വേദങ്ങളിൽ, പ്രവാചകന്മാരിൽ, അന്ത്യനാളിൽ, ഖദറിൽ, ഇതിലുമുള്ള വിശ്വാസം ഒരു മനുഷ്യനിൽ രൂഢമൂലമായി കഴിഞ്ഞാൽ അയാൾ അടിസ്ഥാനപരമായിട്ട് 5 കർമ്മങ്ങൾ അനുഷ്ഠിക്കണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിന്നെ പഠിപ്പിക്കുന്നത്. ആ 5 കർമ്മങ്ങളെ നമ്മൾ അർക്കാനുൽ ഇസ്ലാം എന്ന് പറഞ്ഞാണ് പഠിച്ചിട്ടുള്ളത്. ആ കർമ്മങ്ങളിലെ അവസാനത്തെ കർമ്മമാണ് ഹജ്ജ് എന്നുള്ളത്. വിശുദ്ധ ഖുർആൻ സൂറത്ത് ബഖറയിലെ ഹജ്ജിനെ കുറിച്ച് പറഞ്ഞു വന്ന് ആ വിഷയങ്ങൾ അവസാനിപ്പിക്കവേ അള്ളാഹു പറയുന്നത് വദ്കുറുല്ലാഹ ഫീ അയ്യാമിൻ മഅദൂദാത്ത് എന്ന് പറഞ്ഞ് ആ ആയത്തിനെ എങ്ങനെയാണ് അവസാനിപ്പിക്കുന്നത് എന്ന് നോക്കിയാൽ ഹജ്ജ് എന്തിനുള്ളതാണ് എന്ന് നമുക്ക് ആ ആയത്ത് പറഞ്ഞു തരും. വത്തഖുല്ലാഹ വഅലമു അന്നകും ഇലൈഹി തുഹ്ശറൂൻ എന്ന് പറഞ്ഞിട്ടാണ് ആ ആയത്തിനെ അള്ളാഹു അവസാനിപ്പിക്കുന്നത്. വത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. വഅലമു, നിങ്ങൾ അറിയണം. അന്നകും ഇലൈഹി തുഹ്ശറൂൻ, നിങ്ങൾ അള്ളാഹുവിലേക്ക് മടക്കപ്പെടുന്നവരാണ്, നിങ്ങൾ അള്ളാഹുവിലേക്ക് ഒരുമിപ്പിച്ച് കൂട്ടപ്പെടുന്നവരാണ്
എന്ന് പറഞ്ഞുകൊണ്ട് ആ ആയത്തിനെ അള്ളാഹു അവസാനിപ്പിക്കുകയും ചെയ്യാം. ഇമാം ഷഅറാവി ഈ അവസാന ഭാഗത്തെ എടുത്തുദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഹജ്ജ് എന്നത് മരണത്തെയും ജീവിതത്തെയും നന്നായി പഠിക്കുവാനുള്ള ഒരു പാഠമാണ് എന്ന് ഇമാം ഷഅറാവി ഇതിനെ വിശദീകരിക്കുന്നുണ്ട്. ഒരാള് ഹജ്ജിന് വേണ്ടി ഒരുങ്ങുന്നതോടുകൂടി അവന്റെ ജീവിതത്തെ, അവന്റെ മരണത്തെ, അവന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ നന്നായി പഠിക്കുവാനുള്ള ഒരുക്കമാണ് അയാൾ നടത്തുന്നത് എന്ന് മനോഹരമായിട്ട് ഈ ആയത്തിനെ വിശദീകരിച്ച് ഇമാം ഷഅറാവി പറയുന്നു. നമുക്കറിയാം, ഒരാൾ മരിച്ചു കഴിഞ്ഞാല്, മരിക്കുക എന്നുള്ളത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗം മാത്രമാണ് കേട്ടോ. ഒരാള് അയാൾ മരിച്ചു കഴിഞ്ഞാൽ ചുറ്റുമുള്ളവർ ആ വ്യക്തിയുടെ ആ വ്യക്തിയിലേക്ക് ഒരുമിച്ച് കൂടുകയും മറ്റുള്ളവർ അയാളെ വസ്ത്രം അഴിക്കുകയും അയാളെ കുളിപ്പിക്കുകയും അയാളെ കഫംപുട അണിയിപ്പിക്കുകയും അങ്ങനെ അയാളുടെ പരലോക യാത്രയിലേക്ക്, അയാളുടെ ഖബറിലേക്ക് മറ്റുള്ളവർ അയാളെ ആനയിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് ഇമാം ഷഅറാവി പറയുന്ന ഒരു വർത്തമാനമുണ്ട്. ഇന്നല്ലദീ കല്ലഫക ബി അൻ തദ്ഹബ ബി ഇഖ്തിയാരിക ലിതുശാരിക ഫീ ആദിഹിൽ ഇജ്തിമാഇൽ ഹഷ്ദി ഹുവൽ ഖാദിറു അലാ അൻ യഅതിയ ബിക വഖദ് സലബ മിൻക അൽ ഇഖ്തിയാർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇമാം ഷഅറാവി ഇതിനെ വിശദീകരിക്കുന്നത്. അഥവാ നിന്റെ പൂർണ്ണ ചിന്തയോടെ, നിന്റെ ഇച്ഛയോടുകൂടി നീ ഈ മഹാ മനുഷ്യ സാഗരം ഒരുമിച്ച് കൂടുന്നിടത്തേക്ക് നീ പോകുന്നുവെങ്കിൽ അള്ളാഹു നിന്റെ ഇഷ്ടമില്ലാതെ തന്നെ, നിന്റെ അനുവാദമില്ലാതെ തന്നെ, നിന്റെ ഒരു അനുവാദവും ഇല്ലാതെ തന്നെ ഇതിനേക്കാളും ഒരു മഹാവലിയ മനുഷ്യസാഗരം, മനുഷ്യ കുടുംബം മുഴുവനും ഒരുമിച്ച് കൂടുന്ന ഒരിടത്തേക്ക് അള്ളാഹു നിന്നെ കൊണ്ടുവരും എന്നാണ് അള്ളാഹു ഇതിലൂടെ പറയുന്നത്. അപ്പൊ മനുഷ്യൻ അവനിൽ ധാരാളം അവന്റെ ആഗ്രഹങ്ങളും അവന്റെ സ്വപ്നങ്ങളും നിറഞ്ഞു നിൽക്കെ, അവനറിയാത്തൊരു ദിവസം, അവൻ നിശ്ചിക്കാത്തൊരു സമയം, അവൻ ഈ ഭൂമി ലോകത്തോട് വിട പറഞ്ഞ് അള്ളാഹുവിന്റെ പൂർണ്ണ അള്ളാഹുവിന്റെ മശീഖത്തിൽ മനുഷ്യന്റെ യാത്ര തുടരുന്നതിന് മുമ്പ് അവന്റെ തന്നെ ഉദ്ദേശ്യത്തോടുകൂടി, അവന്റെ തന്നെ അറിവോടുകൂടിയുള്ള ഒരു യാത്രയാണ്, മരണമുഖത്തേക്കുള്ളൊരു യാത്രയാണ് ഹജ്ജ് എന്നുള്ളത്. അപ്പൊ നമ്മൾ മരിക്കുന്നതോടുകൂടി, നമ്മൾ ഈ ശരീരത്തിൽ നിന്ന് വിട പറയുന്നതോടുകൂടി ചുറ്റുമുള്ളവർ നമ്മുടെ ഈ ദേഹത്തിൽ നിന്നും വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റി അവർ നമ്മെ കുളിപ്പിച്ച് നമ്മെ കഫംപുട അണിയിപ്പിച്ച് അവര് നമ്മുടെ യാത്രക്ക് വേണ്ടി നമ്മെ ഖബറ് വരെ ആനയിക്കും. ഇതിനെ ജീവിതത്തിൽ അനുഭവിക്കുവാനുള്ള, അടുത്തറിയുവാനുള്ള ആദ്യത്തെ കാൽവെപ്പാണ് ഒരു മനുഷ്യൻ മീഖാത്തിലേക്ക് നടന്നെടുക്കുമ്പോൾ അവന്റെ ഹൃദയത്തിൽ രൂപപ്പെടുന്നത് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. എന്താണ് മീഖാത്ത്? മീഖാത്ത് എന്ന് പറയുന്ന വാക്കിന് തന്നെ നിർണിതമായ സമയം കുറിക്കുന്ന ഒരു ഇടം, അല്ലെങ്കിൽ അത് മറ്റൊരു അർത്ഥത്തിൽ നിന്റെ സമയം ഇവിടെ കുറിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് പഠിപ്പിക്കുന്ന ഒരു വാക്കാണ് മീഖാത്ത് എന്നുള്ളത്. ആ മീഖാത്തിൽ എത്തിക്കഴിഞ്ഞാൽ അതോടുകൂടി ഒരു മനുഷ്യൻ അവൻ സ്വയം തിരിച്ചറിയേണ്ട ഒരു മഹാജീവിത പാഠത്തെ അവന്റെ മുമ്പിൽ അള്ളാഹു അവതരിപ്പിക്കുകയാണ്. നീ മരിക്കുമ്പോൾ, നീ മരിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർ നിന്നെ കുളിപ്പിക്കുകയും നിന്റെ ഉടയാടകൾ അഴിച്ചു മാറ്റുകയും അവർ നിന്നെ കഫംപുട അണിയിപ്പിക്കുകയും ചെയ്യുന്ന ഒരു മഹാരംഗമുണ്ടല്ലോ. അതിന് മുമ്പേ നീ സ്വയം നിന്റെ ദേഹത്തിൽ നിന്നും നീ നിന്റെ വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റി, നീ സ്വയം നിന്നെ കുളിപ്പിച്ച്, നിന്റെ കൂടെ നീ കൊണ്ടുവന്ന 2 തുണി കൊണ്ട് നിന്റെ ദേഹത്തെ നീ മറച്ച്, അതിനെ കഫംപുടയായി കണ്ടുകൊണ്ട് മറച്ച് നിന്റെ നാഥനിലേക്കുള്ള പ്രയാണം ഇവിടെ നിന്ന് തുടങ്ങുകയാണ് എന്ന പാഠം മരണത്തിന് മുമ്പേ, നമ്മുടെ ദേഹത്തിൽ നിന്നും മറ്റുള്ളവർ നമ്മുടെ വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റുന്നതിന് മുമ്പേ, മറ്റുള്ളവർ നമുക്ക് വേണ്ടി വല്ലതും പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ
നീ സ്വയം അതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തേണ്ട ഒരു ജീവിതത്തിന്റെ വല്ലാത്തൊരു അവസ്ഥാവിശേഷത്തെ അറിയുന്ന ഒരു പ്രത്യേക ഇടമാണ് മീഖാത്ത് എന്ന് മഹാനായ ഇമാം ഷഅറാവി, അംർ ഖാലിദ് എല്ലാം പറഞ്ഞു വെക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ മരണമുഖത്തേക്കുള്ള ഒരു യാത്ര എന്ന് ഇതിന് തലക്കെട്ട് നൽകിയത്. അപ്പൊ നമ്മൾ മീഖാത്തിലെത്തുന്നതോട് കൂടിയിട്ട് നമ്മളിതെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ പലപ്പോഴും അങ്ങനെ ഒരു ഒരു കാഴ്ച നമുക്ക് മീഖാത്തിലെത്തുമ്പോൾ പലരും അത്തരം ഒരു ചിന്തയിലല്ല ആ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് എന്നുള്ളതാണ്. ആ വാക്കിന്റെ ഉള്ളിൽ തന്നെ നിന്റെ സമയം കുറിച്ചു കഴിഞ്ഞു എന്നുള്ള ഒരു വലിയ പാഠം ആ വാക്ക് തന്നെ നമുക്ക് നൽകുന്നുണ്ട്. അവിടുന്ന് ഇനി അടുത്ത കാൽവെപ്പ് നടത്തണമെങ്കിൽ ഈ കർമ്മങ്ങളെല്ലാം ചെയ്ത് പിന്നീട് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക എന്ന മാത്രം അള്ളാഹുവിലേക്കുള്ള ആത്മാവ് കൊണ്ടുള്ള ഈ യാത്ര അവിടെ നിന്ന് തുടങ്ങുകയാണ്. ഈ കർമ്മങ്ങൾ നടത്താതെ അവിടുന്ന് ഒരു മനുഷ്യന്റെ കാല് മുന്നോട്ട് വെക്കാൻ പറ്റൂല. അപ്പോ എങ്ങനെയാണോ നമ്മൾ ഒരു മരണസമയം നമുക്ക് എന്തെല്ലാം നമുക്ക് ചുറ്റും സംഭവിക്കുന്നുണ്ടോ അത് അടുത്തറിയാനുള്ള, അത് അനുഭവിച്ചറിയുവാനുള്ള, അത് സ്വയം ചെയ്യുവാനുള്ള, അത് ഓർത്തുകൊണ്ട് നമ്മുടെ ജീവിതയാത്രയെ കുറിച്ച് ചിന്തിക്കുവാനുള്ള ഒരു ഇടം അള്ളാഹു ഒരുക്കി തരികയാണ്. അതുകൊണ്ടാണ് ഹജ്ജ് എന്ന കർമ്മത്തെ അള്ളാഹു മനുഷ്യൻ അനുഷ്ഠിക്കുന്ന കർമ്മങ്ങളിലെ അവസാനത്തെ കർമ്മമായി അള്ളാഹു ചേർത്ത് വെക്കുന്നത്, അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുന്നത്. ഇനി ഈ പറയുന്നതാണ് ഇതിന്റെ പൊരുള് എന്നുള്ളതിന് മറ്റൊരു തെളിവ് എന്താണ്? അതായത് ഈ 5 കാര്യങ്ങളെ നിങ്ങളൊന്നെടുത്ത് വിലയിരുത്തുക. ഏത്? അൻ തശ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് വ അൻ തുഖീമസ് സ്വലാത്ത വ തുഅ്തിയസ് സകാത്ത വ തസൂമ റമളാന വ തഹിജ്ജൽ ബൈത. നീ അള്ളാഹുവിന് സാക്ഷിയായി ജീവിക്കണം, പടച്ച തമ്പുരാനോട് നന്ദിയുള്ളവനായി മാറണം, തുഖീമസ് സ്വലാത്ത 5 നേരങ്ങളിൽ നന്ദി പ്രകാശിപ്പിക്കണം, വ തസൂമ റമളാന ആത്മാവിന്റെ വിശുദ്ധിയെ മുറപ്രകാരം പാലിക്കണം, അതുപോലെ തന്നെ നീ നിന്റെ സമ്പത്തിലെ വിഹിതം പാവപ്പെട്ടവന് നീ നൽകണം, അതുപോലെ നീ ഹജ്ജ് ചെയ്യണം. ഈ 5 കർമ്മങ്ങളിൽ ഒരേ ഒരു കർമ്മത്തിന്റെ നാമത്തിൽ മാത്രമാണ് വിശുദ്ധ ഖുർആനിൽ ഒരു അധ്യായമുള്ളത്. മറ്റൊരു നാമത്തിന്റെ ഒരു നാമത്തിലും ഖുർആനിൽ നിങ്ങൾക്ക് ഒരു അധ്യായം കാണാൻ സാധ്യമല്ല. വിശുദ്ധ ഖുർആനിൽ അവസാനം എണ്ണിപ്പറഞ്ഞ ആ കർമ്മത്തിന്റെ നാമത്തിൽ ഹജ്ജ് എന്ന നാമത്തിൽ വിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്തുണ്ട്. ആ സൂറത്താണ് സൂറത്തുൽ ഹജ്ജ് എന്നുള്ളത്. ഈ സൂറത്ത് എന്താണോ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത്, എന്ത് വിഷയമാണോ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്, അതാണ് ഹജ്ജ്. അങ്ങനെയാണ് അംർ ഖാലിദ് അതിനെ വിശദീകരിക്കുന്നത്. സൂറത്ത് ഹജ്ജ് എന്നുള്ളത് ഏതെല്ലാം വിഷയങ്ങളെ പരാമർശിക്കുന്നുണ്ടോ, ഏതെല്ലാം വിഷയങ്ങളെ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നുണ്ടോ, അതെല്ലാമാണ് ഹജ്ജ് എന്ന് പറയുന്നത്. ഞാനീടെ ഒരു ഹജ്ജിന് പോകുന്നവർക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി പോയപ്പോൾ അവരോട് ഞാൻ ചോദിച്ചു, നിങ്ങളിൽ ആരെങ്കിലും സൂറത്തുൽ ഹജ്ജിന് പുറപ്പെടുന്നതിന് മുമ്പ് വായിച്ചിട്ടുണ്ടോ എന്ന്. അവര് എല്ലാവരും പറഞ്ഞു ഇല്ല, വായിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഒരു പക്ഷേ നമ്മുടെ ഈ ശബ്ദം കേൾക്കുന്ന ഹാജിമാരുണ്ടാവാം. അവരോട് സ്വയം ഒന്ന് ചോദിച്ചു നോക്കുക, ഞാൻ ഈ കർമ്മത്തിന് പുറപ്പെടുന്നതിന് മുമ്പ് എന്താണ് ഈ കർമ്മമെന്നും ഇതിന്റെ പിന്നിലുള്ള പൊരുളെന്താണ് എന്നും എന്റെ നാഥൻ എന്താണ് സൂറത്ത് ഹജ്ജിനെ കുറിച്ച് പറയുന്നത്, ഹജ്ജിന്റെ ആത്മാവ് എന്താണ് എന്ന് ആ സൂറത്തിലൂടെ എങ്ങനെയാണ് എന്റെ നാഥൻ എന്നെ ബോധ്യപ്പെടുത്തുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ആരെങ്കിലും സൂറത്ത് ഹജ്ജ് വായിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഞാൻ വായിച്ചിട്ടുണ്ടോ എന്ന് ഇത് കേൾക്കുന്ന ഹാജിമാരുണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കുക. അധിക ആളുകളും വായിച്ചിട്ടുണ്ടാവില്ല. എന്നാൽ സൂറത്ത് ഹജ്ജ് എന്തൊരു വിഷയമാണോ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത്, അതാണ് സൂറത്തുൽ ഹജ്ജ് എന്നുള്ളത്. സൂറത്തുൽ ഹജ്ജിനെ വളരെ ചുരുക്കി അതിന്റെ ഉള്ളിലുള്ള ചർച്ചാ വിഷയത്തെ നമ്മൾ ഒന്ന് പഠിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും അതിന്റെ തുടക്കം എന്താണ്. യൗമുൽ ഖിയാമയെ കുറിച്ചിട്ടാണ്. യൗമുൽ ഖിയാമയെ കുറിച്ചിട്ടാണ് അത് പറഞ്ഞു തുടങ്ങുന്നത്.
ഇമാം അംർ ഖാലിദ് പറയുന്നുണ്ട്, മിൻ അവ്വലി ആയത്തിൻ നറ തർകീസ അലൽ ഖിയാമത്തി വൽ ബഅസി വൻ നുശൂർ. അതിന്റെ ആദ്യ ഭാഗം നിങ്ങളുടെ മരണവും ഉയർത്തെഴുന്നേൽപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തെ അള്ളാഹു ചർച്ചയ്ക്ക് വിധേയമാക്കുന്നു. സുമ്മ ഇല അൻ തൻതഖിലൽ, പിന്നെ ആ ആയത്തുകൾ ഇലൽ ജിഹാദി ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സമരമുഖത്തെ കുറിച്ച്, പോരാട്ടത്തെ കുറിച്ച് അള്ളാഹു പിന്നീട് ബോധ്യപ്പെടുത്തുന്നു. പിന്നെ മൂന്നാമതായിട്ട് അള്ളാഹു സുമ്മൽ ഉബൂദിയ്യ, പിന്നെ അള്ളാഹുവിന് നിങ്ങൾ എങ്ങനെയാണ് പൂർണ്ണമായിട്ട് കീഴുതുങ്ങേണ്ടത്, സമർപ്പിതരായി മാറേണ്ടത് എന്നുള്ള ഒരു മഹാവിഷയത്തെ അള്ളാഹു പഠിപ്പിക്കുന്നു. ഈ 3 വിഷയങ്ങളാണ് സൂറത്തുൽ ഹജ്ജ് ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത്. അപ്പോ അതിന്റെ ആദ്യ ഭാഗം എന്തൊരു കാര്യത്തെ എടുത്തു കാണിക്കുന്നുവോ അത് അതിന്റെ ആദ്യ ഭാഗത്ത് നിങ്ങൾക്ക് ദർശിക്കുവാൻ കഴിയും. ഹജ്ജിന്റെ ആദ്യ ഭാഗങ്ങളിൽ വിശുദ്ധ സൂറത്തുൽ ഹജ്ജ് എന്തൊക്കെ വിഷയങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ടോ അതെല്ലാം തന്നെ ഹജ്ജിന്റെ ആദ്യ ഭാഗങ്ങളിൽ നിങ്ങൾക്ക് ദർശിക്കുവാൻ കഴിയും. അതാണ് നമ്മൾ പറഞ്ഞത്, മരണമുഖത്തേക്കുള്ള ഒന്നാമത്തെ കാൽവെപ്പാണ് എങ്ങോട്ടുള്ള യാത്ര? മീഖാത്തിലേക്കുള്ള യാത്ര. അവിടെ നിങ്ങൾ അനുഷ്ഠിക്കുന്ന ഓരോ കർമ്മങ്ങളും നിങ്ങളുടെ ജീവിതാന്ത്യത്തെ, നിങ്ങളുടെ ജീവിതത്തിന്റെ അവസാന നിമിഷത്തെ നിങ്ങൾക്ക് മറ്റുള്ളവർ നിങ്ങളിൽ ഇടപെടുന്നതിന് മുമ്പ് നിങ്ങൾക്ക് സ്വയം അറിയാനുള്ള ഒരു പാഠമായി, ഒരു അവസ്ഥാന്തരീക്ഷമായി അള്ളാഹു നിങ്ങൾക്ക് മുമ്പിൽ അതിനെ വെക്കുന്നു. യൗമുൽ ഖിയാമ. അപ്പൊ നിങ്ങൾ സൂറത്തുൽ ഹജ്ജിന്റെ ആദ്യ ഭാഗം ഒന്ന് എടുത്ത് നോക്കി. യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ഇത്തഖൂ റബ്ബക്കും ഇന്ന സൽസലത്തസ്സാഅത്തി ശൈഉൻ അളീം. അന്ത്യനാളിന്റെ ആ മഹാപ്രകമ്പനത്തെ കുറിച്ച് അള്ളാഹു പറയാണ്. ആ പ്രകമ്പനത്തെ അള്ളാഹു പറയുന്നതിലൂടെ നിങ്ങൾ പുറപ്പെടുന്ന ഒരു കർമ്മത്തിന്റെ ആ കർമ്മത്തെ കുറിച്ചുള്ള എല്ലാ വികാരങ്ങളും വിചാരങ്ങളും, അവിടെ നടക്കുന്ന ഓരോന്നും ഏത് തരത്തിലാണ് എന്റെ ജീവിതത്തെ സ്പർശിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഈ ആയത്ത് ബോധ്യപ്പെടുത്തി തരും എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അതിനുശേഷം അള്ളാഹു പറയുന്ന വർത്തമാനം, യൗമ തറൗനഹാ തദ്ഹലു കുല്ലു മുർളിഅത്തിൻ അമ്മ അർളഅത് വതളഉ കുല്ലു ദാതി ഹംലിൻ ഹംലഹാ വതറന്നാസ സുകാറ വമാ ഹും ബിസുകാറ വലാകിന്ന അദാബല്ലാഹി ശദീദ്. മനുഷ്യർ മുഴുവനും ഒരുമിച്ച് കൂടുന്ന മീഖാത്തിൽ നിന്നും പിന്നീട് അവന്റെ നാദനിലേക്കുള്ള തൽബിയത്തോടുകൂടി അവന്റെ ആത്മാവ് കൊണ്ടുള്ള യാത്ര തുടങ്ങുകയും അവൻ പിന്നീട് അറഫയിൽ വന്നു ചേരുകയും ചെയ്യും. മഹ്ശറയുടെ ലോകത്ത് അവൻ ചെന്ന് ചേരുന്നു. ഒരു മഹ്ശറയെ അവന്റെ മുമ്പിൽ അവൻ ഓടുന്ന, മറ്റാരെക്കുറിച്ചും ചിന്തയില്ലാത്ത, മറ്റാരെക്കുറിച്ചും ഒരു ബോധവുമില്ലാത്ത, അവനെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഒരു മഹാലോകത്തേക്ക് അള്ളാഹു അവനെ കൊണ്ടുപോകുന്ന ഒരു അവസ്ഥാവിശേഷത്തെ ഭൂമിയിൽ വെച്ചുകൊണ്ട് അള്ളാഹു അവനെ പഠിപ്പിക്കുന്നു. അതാണ് അറഫ എന്ന് പറയുന്നത്. ആ അറഫയിൽ എങ്ങനെയാണോ ഒരു മനുഷ്യൻ അള്ളാഹുവിനെ കുറിച്ച് മാത്രം ചിന്തിക്കുകയും അവന്റെ ദിക്റിൽ മാത്രം മുഴുകുകയും ഭയപ്പാടോടുകൂടി അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തി അവൻ നിൽക്കുന്ന ഒരു അവസ്ഥയെ അറഫ അവന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു. യൗമ, അതിനുശേഷം അവൻ മുസ്ദലിഫയിലേക്കുള്ള യാത്രയാണ്. ഈ മുസ്ദലിഫയിൽ അവന് വൈകുന്നേരത്തോടുകൂടി മുസ്ദലിഫയിലേക്ക് അവൻ പുറപ്പെടുമ്പോൾ ഈ പറഞ്ഞ ആയത്തിന്റെ എല്ലാ അവസ്ഥാവിശേഷങ്ങളും അവന് അനുഭവിക്കുവാൻ കഴിയും. ആ തിരക്കും തിക്കും ചൂടും അവന് എവിടെയോ ഉള്ള അവന്റെ പ്രതീക്ഷകളുമെല്ലാം തന്നെ അവന്റെ ചിന്തയിലേക്ക് കടന്നു വരികയും അള്ളാഹുവിൽ മാത്രം പ്രതീക്ഷ അർപ്പിക്കുകയും ചെയ്യുന്ന ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥ ഈ ആയത്തിനെ അഗാധമായി പഠിച്ചാൽ, അഗാധമായി ചിന്തിച്ചാൽ അവന്റെ ഉള്ളിലേക്ക് കടന്നു വരുമെന്ന് അംർ ഖാലിദ് ഈ ആയത്തിന്റെ അടിയിൽ വിശദീകരിക്കുന്നുണ്ട്. ശേഷം പിന്നീട് അള്ളാഹു പറയുന്നത്, യാ അയ്യുഹന്നാസ് ഇൻ കുൻതും ഫീ റൈബിൻ മിനൽ ബഅസി ഫഇന്നാ ഖലഖ്നാകും മിൻ തുറാബിൻ സുമ്മ മിൻ നുത്ഫത്തിൻ എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ മരണാനന്തര ജീവിതത്തെ ബോധ്യപ്പെടുത്തുകയാണ്. അംർ ഖാലിദ് പറയുന്നുണ്ട്, മുസ്ദലിഫയിൽ അന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ അവന്റെ ദേഹത്ത് ചളി പുരണ്ടിരിക്കും, മണ്ണ് പുരണ്ടിരിക്കും. അവന്റെ ഖബറിൽ നിന്ന് എങ്ങനെയാണോ അവൻ എഴുന്നേൽക്കുന്നത് അതുപോലെ അവൻ പൊടി തട്ടിക്കൊണ്ട് എഴുന്നേൽക്കുന്ന അവന്റെ ഭൂമി ലോകത്ത് വെച്ച് തന്നെ അള്ളാഹു അവന്റെ ഖബറിലെ അവസ്ഥയെ അവന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു എന്ന്. മുസ്ദലിഫയിൽ നിന്ന് പിന്നീട് എങ്ങോട്ടാണ് പോകുന്നത്? പിന്നീട് അവന്റെ ജീവിതത്തിൽ നാളെ ഈ ഭൂമിയിലും നാളെ ആഖിറത്തിലും അവനെ കൈയൊഴിയുന്ന, അവനെ വഴിപിഴപ്പിച്ച ഒരു പൈശാചികതക്കെതിരെ
അവന്റെ ആത്മാവ് കൊണ്ട് പ്രതിരോധിക്കുവാനുള്ള പോക്കാണ്. അതിനെയാണ് സൂറത്ത് ഇബ്രാഹിമിൽ അള്ളാഹു എടുത്തു പറയുന്ന ഒരു സംഗതിയെ പിന്നീട് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. വഖാല ശൈത്വാനു ലമ്മാ ഖുദിയൽ അംറു ഇന്നല്ലാഹ വഅദകും വഅദൽ ഹഖി വവഅദ്തുകും ഫഅഖ്ലഫ്തുകും വമാ കാന ലി അലൈക്കും മിൻ സുൽത്താനിൻ ഇല്ലാ അൻ ദഅഉതുകും ഫസ്തജബ്തും ലി ഫലാ തലൂമുനി വലൂമു അൻഫുസകും മാ അന ബിമുസ്രിഖികും വമാ അൻതും ബിമുസ്രിഖിയ ഇന്നി കഫർതു ബിമാ അശ്റക്തുമൂനി മിൻ ഖബൽ ഇന്നല്ലാലിമീന ലഹും അദാബുൻ അലീം. അഥവാ ഈ ലോകത്ത് നമ്മുടെ ജീവിതത്തെ താളം തെറ്റിക്കുന്നത് നമ്മളെ ഇച്ഛാനുസരണമുള്ള ജീവിതമാണ്. അവിടെ നമ്മുടെ ലക്ഷ്യത്തിൽ നിന്നും തെറ്റിക്കുന്നത് പിശാച്ചാണ്. ആ പിശാച്ച് നാളെ അള്ളാഹുവിന്റെ സന്നിധിയിൽ ഖിയാമത്ത് നാളിൽ അന്ത്യനാള് വരികയും മനുഷ്യരെയും പിശാചുക്കളെയും എല്ലാത്തിനെയും അള്ളാഹു ഒരുമിപ്പിച്ചു കൂട്ടുകയും ചെയ്യുന്ന ആ ദിവസം പിശാച് നമ്മെ കൈയൊഴിയും. അത്തരം ഒരു നാള് വരുന്നതിന് മുമ്പേ, അത്തരം ഒരു അവസ്ഥാവിശേഷം നിന്നിൽ ആഗതമാകുന്നതിന് മുമ്പേ നീ എന്തിനെയെല്ലാം കൈയൊഴിയേണ്ടതുണ്ട്, എന്തിനോടെല്ലാം നീ പൊരുതേണ്ടതുണ്ട്, ഏതിനോടെല്ലാം നീ ശക്തമായ സമരം നടത്തേണ്ടതുണ്ട്, അതിനോട് ഏതെല്ലാം രൂപത്തിൽ നീ പ്രതിരോധിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്ന പാഠം ജംറയിലേക്ക് പോകുമ്പോൾ നിങ്ങളെ പഠിപ്പിക്കുന്നു. നാളെ യൗമുൽ ഖിയാമയിൽ ശൈത്താൻ പറയുന്ന വർത്താനാണ്. ഖാല ശൈത്വാനു, ശൈത്താന് പറഞ്ഞു, ലമ്മാ ഖുദിയൽ അംറു, അന്ത്യനാള് ആസന്നമാകുകയും അള്ളാഹു വിധി പറയുവാനായിട്ട് മനുഷ്യരെ ഒരുമിപ്പിച്ചു കൂട്ടുകയും ചെയ്യുന്ന ദിവസം ശൈത്താന് പറയും, ഇന്നല്ലാഹ വഅദകും വഅദൽ ഹഖി, അള്ളാഹു നിങ്ങളോട് സത്യമായ വാഗ്ദാനമാണ് അള്ളാഹു നൽകിയത്. വഅദ്തുകും, ഞാനും നിങ്ങളോട് ചില വാഗ്ദാനങ്ങളെല്ലാം നൽകി. ഫഅഖ്ലഫ്തുകും, എന്നിട്ട് പിന്നെ ഞാനത് ലംഘിച്ചു. പിശാച് നമ്മളെ ഇവിടെ ജീവിത ലക്ഷ്യത്തിൽ നിന്നും തെറ്റിക്കുകയും നമ്മുടെ ഇച്ഛാനുസരണം ജീവിക്കുവാനുള്ള നമ്മുടെ ചുറ്റുപാടുകളെല്ലാം തന്നെ ഇത്തരം ഒരു സങ്കീർണമായ അവസ്ഥയിലാണ് ഉള്ളത്. നമ്മെ എങ്ങനെയെല്ലാം പടച്ച തമ്പുരാന്റെ ചിന്തയിൽ നിന്നും അവന്റെ വഴിയിൽ നിന്നും അവരിലേക്കുള്ള മടക്കത്തെ കുറിച്ചുള്ള ഓർമ്മയിൽ നിന്നും എങ്ങനെയെല്ലാം തെറ്റിക്കണോ അതെല്ലാം നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ ഇതിനെ പിശാച്ച് ഓരോ മനുഷ്യനോടും ഏറ്റുപറയുമെന്ന് സൂറത്ത് ഇബ്രാഹിമിലെ ഈ 22-ാമത്തെ ആയത്തിൽ അള്ളാഹു എന്നെ എടുത്തു കാട്ടുകയാണ്. അവിടെ മഹ്ശറ കഴിഞ്ഞ് ഒരു ജീവിതത്തിന്റെ മറ്റൊരിടത്തേക്ക് നിങ്ങൾ പ്രവേശിക്കാൻ പോവുകയാണ്. എങ്ങനെയാണ് നിങ്ങൾ ഇനി അള്ളാഹുവിന് പൂർണ്ണ സമർപ്പിതരാവേണ്ടത്, എങ്ങനെയാണ് നിങ്ങൾ മുസ്ലിം ആവേണ്ടത്, പടച്ചോന് പൂർണ്ണമായി സമർപ്പിതരായി നിങ്ങളുടെ അടിസ്ഥാനപരമായ ഇനി നിങ്ങൾ എന്നേക്കുമായുള്ള നിങ്ങളുടെ യാത്രക്ക് ഒരുങ്ങേണ്ടത് എന്ന് പിന്നീട് വീണ്ടും അള്ളാഹു പഠിപ്പിക്കുകയാണ്. വീണ്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാണ്. അവിടെ മരണവും മരണാനന്തര ജീവിതവും ഖബറിൽ നിന്നുള്ള എഴുന്നേൽപ്പും പഠിപ്പിച്ചതിന് ശേഷം ഇനി നിങ്ങൾ ഈ ഭൗതിക ലോകത്ത് നിങ്ങളെ പിഴപ്പിക്കുന്ന ഈ ചിന്തയിൽ നിന്ന് നിങ്ങൾ അകറ്റുന്ന ഒരു ശക്തിയോടുള്ള സമരം എങ്ങനെയാണ് നിങ്ങൾ തീർക്കേണ്ടത് എന്ന് പിന്നീട് അള്ളാഹു പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് സൂറത്ത് ഇബ്രാഹിമിലെ ആയത്തിനെ ഇതുമായി ചേർത്ത് വെച്ച് ഇമാം ഷഅറാവിയും വിശദീകരിക്കുന്നത്. ഖാല ശൈത്വാനു ലമ്മാ ഖുദിയൽ അംറു ഇന്നല്ലാഹ വഅദകും വഅദൽ ഹഖി വവഅദ്തുകും ഫഅഖ്ലഫ്തുകും, ഞാൻ അതിനെ നിരാകരിച്ചു, ഞാൻ ലംഘിച്ചു. വമാ കാന ലി അലൈക്കും മിൻ സുൽത്താനിൻ, നിങ്ങൾക്ക് മുകളിൽ എനിക്കൊരു അധികാരവുമില്ല. ഇല്ല അൻ ദഅഉതുകും, ഞാൻ നിങ്ങളെ ക്ഷണിച്ചു. ഫസ്തജബ്തും ലി, നിങ്ങൾ എനിക്ക് ഉത്തരം നൽകി. അപ്പൊ ഈ ഭൗതിക ലോകത്തെ കാണിച്ച് പലപ്പോഴും നമ്മുടെ എല്ലാം പ്രശ്നങ്ങൾ അതാണ്. നമുക്ക് മരണാനന്തര ജീവിതത്തെ കുറിച്ച് ബോധമില്ലാത്തതാണ്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ റബ്ബിനെ കണ്ടുമുട്ടും എന്നുള്ള ആ വ്യക്തമായ ഈമാൻ ഇല്ലാത്തതാണ് നമ്മുടെ എല്ലാം പ്രശ്നങ്ങൾ. നമ്മളെല്ലാം നാവ് കൊണ്ട് മരണമുണ്ട്, മരണാനന്തര ജീവിതമുണ്ട് എന്ന് പറയുമ്പോഴും ഒരു മരിച്ചു കിടക്കുന്ന വെള്ള പുതപ്പിച്ച് കിടത്തിയ ഒരു വ്യക്തിയുടെ അരികിൽ പോയി നമ്മൾ നിൽക്കുമ്പോഴും അത്തരം ഒരു അവസ്ഥാവിശേഷം എനിക്കൊന്നും ഇനി വരൂല എന്നുള്ള ബോധത്തിലാണ് നമ്മൾ അവിടെ നിൽക്കുക. അവനെ കുറിച്ച് പലതും പറയുമ്പോഴും എന്നെ കുറിച്ച് മറ്റൊരു ദിവസം ഇതേപോലെ എന്നെയും ഒരു വെള്ള പുതപ്പിൽ വെള്ള തുണിയിൽ മൂടിക്കിടത്തി എന്നെ കുറിച്ചും ഇതുപോലെ ആളുകൾ പറയുമെന്ന ബോധത്തിലല്ല നമ്മൾ ഒരു മരിച്ച മനുഷ്യന്റെ മുമ്പിൽ നിൽക്കുന്നത്. നമ്മൾ അവിടെയും നമ്മുടെ ഭൗതികമായ ചിന്തകളും നമ്മുടേതായിരിക്കുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും സങ്കീർണതകളും എല്ലാമാണ് അപ്പോഴും നമ്മുടെ ചിന്തയെ ഉലക്കുന്നത്, പിടിച്ചു കുലുക്കുന്നത്. നമ്മൾ വീണ്ടും നമ്മുടേതായിരിക്കുന്ന ഒരു ഇച്ഛാനുസൃതമായ ജീവിതത്തിലേക്ക് വീണ്ടും നമ്മൾ പ്രവേശിക്കുകയാണ്.
അവിടെ നമ്മൾ നാവ് കൊണ്ട് ഇതെല്ലാം പറയുമ്പോഴും ഹൃദയം നമ്മുടെ കർമ്മങ്ങൾ ആ ആ ദിവസത്തെക്കുറിച്ചുള്ള, ഈ ലോകത്തെക്കുറിച്ചുള്ള, അള്ളാഹുവിലേക്കുള്ള മടക്കത്തെക്കുറിച്ചുള്ള ചിന്തകൾ നമ്മിലില്ല എന്നുള്ളത് നമ്മുടെ ഓരോ കർമ്മങ്ങളും നമ്മെ തന്നെ ബോധ്യപ്പെടുത്തും. സൂക്ഷ്മമായി വിലയിരുത്തുന്ന നമ്മുടെ ചുറ്റുമുള്ള ആളുകൾക്കും ബോധ്യപ്പെടും ഇതെല്ലാം വെറും വർത്താനങ്ങൾ മാത്രമാണ് എന്ന്. പക്ഷേ ഓരോ കർമ്മത്തിലൂടെയും, നിങ്ങൾ അനുഷ്ഠിക്കുന്ന ഓരോ കർമ്മവും മരണാനന്തര ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അത് സ്വലാത്താവട്ടെ, സൗമാവട്ടെ, സക്കാത്താവട്ടെ, ഏത് കർമ്മങ്ങളാവട്ടെ, അതിന്റെ എല്ലാം പിറകിലുള്ള ലക്ഷ്യം എന്താണ്? അടിസ്ഥാന വിഷയം എന്താണ്? മരണവും മരണാനന്തര ജീവിതവുമാണ്. അതുകൊണ്ടാണ് സ്വലാത്ത് ആരെ നിർവഹിക്കുകയുള്ളൂ? അള്ളാഹുവിനെ കണ്ടുമുട്ടുമെന്ന് ഭയപ്പെടുന്നവർ മാത്രമേ സ്വലാത്ത് നിർവഹിക്കുള്ളൂ എന്നാ അവർ സൂറത്ത് ബഖറയുടെ തുടക്കത്തിൽ നമുക്കത് കാണാൻ പറ്റും. ആരാണ് സ്വലാത്ത് നിർവഹിക്കുക? 5 നേരം അള്ളാഹുവിനെ ആരാണ് നന്ദി പ്രകാശിപ്പിക്കുവാനുള്ള ഹൃദയത്തിന്റെ മിടിപ്പുള്ളവർ ആരാണ്? അത്തരം ചിന്തയുള്ളവരാരാണ്? അവർ അള്ളാഹുവിനെ കണ്ടുമുട്ടുമെന്ന് ആഗ്രഹിക്കുന്നവരാണ്, ആ ലക്ഷ്യബോധമുള്ളവരാണ് എന്നാണ്. അതുപോലെ തന്നെ നമ്മൾ സൗമിനെ കുറിച്ച് പറയും, അല്ലെ? നോമ്പനുഷ്ഠാനത്തെ കുറിച്ച് നമ്മൾ പറയും. അത് എന്തിനുള്ളതാണ്? ഒരാള് നോമ്പെടുത്താൽ അവന്റെ സ്വർഗമല്ലാതെ മറ്റൊന്നുമില്ല എന്നാണ് നോമ്പ് കാലത്ത് നമ്മൾ പഠിപ്പിക്കുക, അല്ലെ? മനസ്വാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. അവന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കും. വഹ്തിസാബൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അവന്റെ മടക്കയാത്രയെ കുറിച്ചുള്ള ശക്തമായ ബോധത്തോടുകൂടി, മരണാനന്തര ജീവിതത്തിൽ പ്രതിഫലം ലഭിക്കേണ്ടതുണ്ട് എന്ന ഉറച്ച ബോധത്തോടുകൂടി ആ കർമ്മം അനുഷ്ഠിച്ചാൽ എന്താണ്? അതുപോലെ തന്നെ സക്കാത്ത് എന്തിനാണ് കൊടുക്കുന്നത്? അതും നാളെ പടച്ച തമ്പുരാന്റെ മുമ്പിൽ അള്ളാഹു നൽകുന്ന നിഅമത്തിന് എങ്ങനെയാണ് നിങ്ങൾ ശുക്ർ ചെയ്തത് എന്ന് ബോധ്യപ്പെടുത്താനാണ്. അതുകൊണ്ടാണ് 4 കാര്യങ്ങളെ കുറിച്ച് ചോദിക്കാതെ ഒരു മനുഷ്യന്റെ കാല് മുന്നോട്ട് വെക്കാൻ പടച്ചോൻ സമ്മതിക്കൂല എന്നാണല്ലോ റസൂലുള്ള പഠിപ്പിക്കുന്നത്, അല്ലേ? അതില് അവന്റെ ആയുസ്, അതില് പിന്നീട് റസൂൽ തന്നെ പറയുന്ന അവൻ സമ്പാദിച്ച ധനം അത് എങ്ങനെ നേടി, അത് എങ്ങനെ ചെലവഴിച്ചു എന്നുള്ളതിനെ കുറിച്ച് ചോദിക്കാതെ അള്ളാഹു മുന്നോട്ട് വെക്കൂല എന്നാ. അപ്പോ നമ്മുടെ ജീവിതത്തെ സമൂലമായിട്ട് മരണവും മരണാനന്തര ജീവിതവും മൂടിയിരിക്കുകയാണ്. അതുകൊണ്ടൊരു സത്യവിശ്വാസി ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴേ, അതുപോലെ തന്നെ അവന് ഒരുങ്ങിക്കഴിഞ്ഞ് അവന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴേ, അവന്റെ വാഹനത്തിൽ കയറുമ്പോഴേ, വാഹനത്തിൽ നിന്ന് ഇറങ്ങുമ്പോഴേ എല്ലാം തന്നെ അള്ളാഹുവിലേക്കുള്ള മടക്കയാത്രയെ കുറിച്ചുള്ള നിലക്കാത്ത ചിന്തയും മുറിയാത്ത ഫിക്റുമാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകും, അല്ലേ? നമ്മൾ ഉറങ്ങുമ്പോൾ ബിസ്മിക അമൂത്തു എന്ന് പറഞ്ഞു കിടക്കണു. ഒന്നും കൂടി പ്രവാചകനെ ഒന്നുകൂടി ചേർന്ന് നിന്ന് കഴിഞ്ഞാല് പ്രവാചകൻ കുറച്ചുകൂടി അഗാധമായ ഒരു പ്രാർത്ഥന പഠിപ്പിക്കും. ബിസ്മിക റബ്ബി വലഅതു ജംബി വബിക അർഫഉഹു ഇൻ അംസക്ത നഫ്സി ഫർഹംഹാ. പടച്ചോനെ, ഈ നിമിഷം എന്നെ പിടിച്ചു കൊണ്ടുപോവുകയാണെങ്കിൽ എന്നോട് കരുണ കാണിക്കണം. ഇനി എന്നെ ഇതിലേക്ക് നീ വിടുകയാണെങ്കിൽ പടച്ചോനെ, നീ സ്വാലിഹീങ്ങളായ സച്ചരിതരായ മനുഷ്യരോടൊപ്പം നീ എന്നെ ചേർക്കണം എന്ന് പറഞ്ഞിട്ട് ആ ഉറക്കം പോലും മരണത്തെ ഓർത്തുകൊണ്ട് മരണമുഖത്തേക്കുള്ള യാത്രയായിട്ടാണ് നമ്മൾ ഓരോ ദിവസവും നമ്മുടെ ബെഡ്റൂമിലേക്ക് നമ്മൾ പോകുന്നത്. എഴുന്നേറ്റാലോ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ അമാതനി. പടച്ചോനെ, എന്നെ മരിപ്പിച്ചതിന് ശേഷം എന്നെ ജീവിപ്പിച്ച പടച്ചോനെ, അനക്കാണ് സർവ്വസ്തുതിയും. അങ്ങനെ മരണത്തിൽ നിന്നാണ് എഴുന്നേറ്റത് എന്ന ബോധത്തിലൊന്നും അല്ല നമ്മൾ എഴുന്നേൽക്കുന്നത്. ഇതെല്ലാം നമ്മളെ പ്രശ്നങ്ങൾ. അങ്ങനെ പറയുന്നവർ തന്നെ എത്ര ആളുകളുണ്ട് എന്നെല്ലാം തന്നെ, ഞാൻ അങ്ങനെ പറയുന്നുണ്ടോ എന്നെല്ലാം തന്നെ നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. ഈ ഹജ്ജിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളും അതിനിടയിൽ നമ്മൾ അനുഷ്ഠിക്കുന്ന ഓരോ കർമ്മങ്ങളും എന്തിനെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ളതാണ്, എന്തിലേക്കുള്ള പ്രയാണത്തെ ആഗ്രഹിച്ചുകൊണ്ടുള്ളതാണ് എന്നുള്ളത് നമ്മൾ അഗാധമായിട്ട് ചിന്തിക്കേണ്ടതുണ്ട്. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ പിന്നീട് പുറത്തിറങ്ങുമ്പോ എന്താ ചൊല്ലുക? തവക്കൽതു അലല്ലാഹ്, അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുൽ തവക്കൽ ചെയ്യും. വണ്ടി സ്റ്റാർട്ട് ചെയ്യാണ്, നമ്മൾ വീണ്ടും പ്രാർത്ഥിക്കും, സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വ ഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. പടച്ചോനെ, ഞങ്ങൾ എല്ലാവരും നിന്നിലേക്ക് മടങ്ങി വരുന്നവരാണ് പടച്ചോനെ. വൈകുന്നേരമായി കഴിഞ്ഞാലുള്ള പ്രാർത്ഥന, പ്രഭാതത്തിലായി കഴിഞ്ഞാലുള്ള പ്രാർത്ഥന, എല്ലായിടങ്ങളിലും ഈ മരണചിന്തയും നമ്മുടെ ജീവിത ആ അന്ത്യനിമിഷത്തെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകളും നിരന്തരം നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കർമ്മത്തിന്റെ അവസാനത്തിൽ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്ന
ഹജ്ജ് എന്ന കർമ്മത്തെ പൂർണ്ണമായി മരണചിന്തയിൽ, പൂർണ്ണമായി മരണമുഖത്തേക്കുള്ള യാത്രയെ ഏതെല്ലാം തരത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് പഠിപ്പിക്കുന്നു എന്ന് ഇത്തരത്തിലുള്ള ആയത്തുകളെ വെച്ചുകൊണ്ട് സൂറത്ത് ഹജ്ജ് ചർച്ച ചെയ്യുന്ന ആ വിഷയത്തെ അഗാധജ്ഞാനികളായ, നന്നായി വിശുദ്ധ ഖുർആനെ വ്യാഖ്യാനിക്കുന്ന ഇമാം ഷഅറാവിയെ പോലെയുള്ള ആളുകളിലും അതുകൊണ്ട് ഈ രൂപത്തിൽ ഈ വിഷയത്തെ പറഞ്ഞു പോകുന്നു. ഇത് കുറെ കല്ലെടുക്കലും എറിയലും മാത്രമല്ല, അല്ലെങ്കിൽ ഏതോ ഒരിടത്ത് പോയി നിൽക്കുന്ന ഒരു ഞാൻ നിൽക്കുന്നു എന്നുള്ളൊരു പ്രതീതിയിൽ നിൽക്കേണ്ട ഇടമല്ല. കഅബയെ വലയം ചെയ്യുമ്പോൾ ഒരു കഅബയെ ഞാൻ ഇങ്ങനെ വലയം ചെയ്യുന്നു എന്ന രൂപത്തിലല്ല, അല്ലെങ്കിൽ സഫാ മർവക്കിടയിൽ ഓടുമ്പോൾ അതിങ്ങനെ ഓടാൻ പഠിപ്പിച്ചു അതുകൊണ്ട് ഓടുന്നു എന്നുള്ളത് മാത്രമല്ല. അതിന്റെ എല്ലാം പിറകിൽ നൽകുന്ന ചില ജീവിതാശയങ്ങളുണ്ട്, ഒരു മഹാജീവിത സന്ദേശങ്ങളുണ്ട്. അതിന്റെ എല്ലാം പിറകിൽ സ്വയം പഠിച്ചറിയേണ്ട, ഉൾക്കൊള്ളേണ്ട മഹാ ജീവിത സന്ദേശങ്ങളുണ്ട്. അപ്പൊ ഇവിടെ ജംറയിലേക്ക് പോകുമ്പോൾ അവിടെയും നിങ്ങൾ ഈ ഭൗതിക ലോകത്ത് വെച്ച് തന്നെ നാളെ അള്ളാഹുവിന്റെ സന്നിധിയിൽ കൈയൊഴിയുന്ന, നിങ്ങളെ നിരാകരിക്കുന്ന, നിങ്ങളോട് എല്ലാ അർത്ഥത്തിലും ബന്ധം വിച്ഛേദിക്കുന്ന പിശാചിനെ ഭൗതിക ലോകത്ത് വെച്ച് തന്നെ അതിശക്തമായി നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ആട്ടിയോടിക്കേണ്ടതുണ്ട് എന്ന് പറയുകയാണ് ഈ കർമ്മത്തിലൂടെ ചെയ്യുന്നത് എന്ന് പിന്നെ മുഫസ്സിരീങ്ങൾ പ്രത്യേകിച്ച് ഇമാം ഷഅറാവി വിശദീകരിക്കുന്നത് അതുകൊണ്ടാണ്. ഇല്ലാ അൻ ദഅഉതുകും ഫസ്തജബ്തും ലി ഫലാ തലൂമൂനി വലൂമു അൻഫുസകും. നിങ്ങൾ എന്നെ ആക്ഷേപിക്കേണ്ട, നിങ്ങൾ നിങ്ങളെ തന്നെ ആക്ഷേപിച്ചാൽ മതി. മാ അന ബിമുസ്രിഖിക്കും, ഞാൻ നിങ്ങളെ പിന്നെ എനിക്ക് ഒരു നിലക്കും നിങ്ങളെ സഹായിക്കാൻ പറ്റൂല. ഒമാൻ തുമ്പി മുസ്രിഖിയ, നിങ്ങൾക്ക് എന്നെയും സഹായിക്കാൻ പറ്റൂല. ഇന്നി കഫർതു ബിമാ അശ്റക്തുമൂനി, നിങ്ങൾ എന്നെ പങ്കാളികളാക്കിയ എല്ലാത്തിനെയും ഞാനിതാ ഇന്ന് ഞാൻ നിരാകരിച്ചിരിക്കുന്നു, ഞാൻ നിഷേധിച്ചിരിക്കുന്നു. ഇന്നല്ലാലിമീന ലഹും അദാബുൻ അലീം, അക്രമികൾക്ക് മഹാവേദനയേറിയ ശിക്ഷയുണ്ട് എന്ന് ആ സൂറത്തിന്റെ അവസാനം പറഞ്ഞ് പിശാചിനെ പിൻപറ്റുന്നതിലൂടെ ഉണ്ടാകുന്ന മഹാ അപകടങ്ങളെ കുറിച്ച് അള്ളാഹു പറഞ്ഞു വെക്കുകയാണ്. അപ്പോ നാളെ യൗമുൽ ഖിയാമയിൽ നമ്മളെ കൈയൊഴിയുന്നതിന് മുമ്പ് നമ്മൾ ഈ ഭൗതിക ലോകത്ത് വെച്ച് തന്നെ കൈയൊഴിയാനുള്ള ഒരു പ്രാക്ടീസ് നൽകുകയാണ് ജംറയിൽ എറിയുന്നത്. അവിടെ നിന്ന് പിന്നെ പോയി കഴിഞ്ഞാല് നമ്മൾ ത്വവാഫിലേക്ക് പോകും, ത്വവാഫ് ചെയ്യാൻ വേണ്ടി പോകും. എന്താണ് തവാഫ്, പിന്നീട് എങ്ങനെയായിരിക്കണം നിങ്ങൾ അള്ളാഹുവിന് സമർപ്പിതനാകേണ്ടത്, സൂറത്തുൽ ഹജ്ജിന്റെ 2ാമത്തെ ഭാഗം പിന്നീട് പഠിപ്പിക്കുകയാണ്. എങ്ങനെയാണ് നിങ്ങൾ അള്ളാഹുവിന് മുസ്ലിം ആകേണ്ടത്, അള്ളാഹുവിന് പൂർണ്ണാർത്ഥത്തിൽ നിങ്ങൾ കീഴ്പ്പെടേണ്ടത്. അവിടെയും ഒരു അർശിന് ചുവട്ടിൽ എങ്ങനെയാണോ അള്ളാഹുവിന്റെ അർശിന് ചുറ്റും എങ്ങനെയാണോ മാലാഖമാർ അള്ളാഹുവിന്റെ തസ്ബീഹും അള്ളാഹുവിനോടുള്ള തസ്ബീഹും തഹ്ലീലും എല്ലാം ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിന്റെ അർശിനെ വലയം ചെയ്യുന്നത്, അതിന്റെ ഒരു പ്രതിരൂപത്തെ അള്ളാഹു ഭൗതിക ലോകത്ത് അള്ളാഹുവിലേക്ക് മാത്രം ചിന്ത കൊണ്ടടുക്കുന്ന, അള്ളാഹുവിന്റെ ദിക്റിലേക്ക് മാത്രം ചിന്തയെയും മനസ്സിനെയും അടുപ്പിച്ചു വെച്ചുകൊണ്ടുള്ള മനുഷ്യന്റെ ജീവിത ചില നിമിഷങ്ങളിൽ അള്ളാഹുവിന്റെ അർശിന്റെ ചുവട്ടിൽ, അള്ളാഹുവിന്റെ അർശിന് ചുറ്റും എങ്ങനെയാണോ മാലാഖമാർ വലയം ചെയ്യുന്നത്, അതിനുള്ളൊരു അവസരം മനുഷ്യന് കൊടുക്കുന്നു എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അവിടെ ഒരു പ്രവാചകനെ സ്മരിക്കുന്നുണ്ട്. എങ്ങനെയാണ് മരണാനന്തര ജീവിതം എങ്ങനെയാണ് എന്ന് ചോദിച്ച ഒരു പ്രവാചകന്റെ ആ ചോദ്യവും അതിനോടുള്ള ഉത്തരത്തിലൂടെ ജീവിതത്തിന്റെ പൊരുളും ആ നിമിഷം അവൻ അറിയുന്നുണ്ട്. പ്രവാചകന്മാരിൽ ഇബ്രാഹിം നബി മാത്രമാണ് പടച്ചോനെ എങ്ങനെയാണ് മരിച്ചതിന് ശേഷം മനുഷ്യരെ ജീവിപ്പിക്കാൻ ചോദിക്കുന്നത്. മുഹമ്മദ് റസൂലുള്ള തന്റെ ജന്മനാടിൽ തൻ്റെതായിരിക്കുന്ന ഒരു അടയാളത്തെയും സ്ഥാപിക്കാതെ മനുഷ്യ കുടുംബത്തിന്റെ പിതാവായ ഇബ്രാഹിം നബിയുടെ എല്ലാ അടയാളങ്ങളെയും പുനഃസ്ഥാപിക്കുകയാണ് മുഹമ്മദ് റസൂൽ ചെയ്യുന്നത്. ആ പ്രവാചകൻ മരണാനന്തര ജീവിതത്തിന്റെ പൊരുളറിഞ്ഞൊരു പ്രവാചകനാണ്, അള്ളാഹുവിനോട് ചോദിച്ച പ്രവാചകനാണ്. പടച്ചോനെ എങ്ങനെയാണ് എങ്ങനെയാണ് മരിച്ചോരെ ജീവിപ്പിക്കുക? ഇബ്രാഹിം നബിനോട് ചോദിക്കുകയാണ്, നിനക്ക് വിശ്വാസമില്ലേ എന്ന് ചോദിക്കുകയാണ്. അല്ല, എന്റെ മനസ്സിന് ശാന്തി കൊള്ളാൻ, എന്റെ മനസ്സൊന്ന് സമാധാനം അടയുവാൻ വേണ്ടി പടച്ചോനെ എനിക്കൊന്ന് കാണിച്ചു തായോ എന്ന് പറയാണ്. അള്ളാഹു കാണിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി ജീവിതത്തിന്റെ പൊരുളറിഞ്ഞ പ്രവാചകനാണ് എന്ന് സൂറത്ത് ഇബ്രാഹിമിൽ അള്ളാഹു എടുത്തു പറയുന്നത്. വകദാലിക ഇബ്രാഹിമ മലകൂത സമാവാതി വൽ അർദി ലിയകൂന മിനൽ മൂഖിനീൻ. അദ്ദേഹം ദൃഢബോധ്യമുള്ളവനാകാൻ എല്ലാ രഹസ്യങ്ങളും അദ്ദേഹത്തിന് നാം കാണിച്ചു കൊടുക്കുന്ന ആ പ്രവാചകന്റെ ഓരോ കാലടിപ്പാടിലൂടെയും നടന്നു പോകുമ്പോൾ ആ പ്രവാചകൻ എന്തൊന്നിനെയാണോ മനുഷ്യ കുടുംബത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ചത്, എന്തൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണോ ആ പ്രവാചകൻ
തന്റെ ഒരു ജനതയോട് ഇടപെട്ടത്, ഒരു ജനതയോട് സംവദിച്ചത്, അതിനെ മുന്നിൽ കാണേണ്ടതുണ്ട്. അതാണ് ഇബ്രാഹിം നബി, അതാണ് മുസ്ലിം ആകുക എന്ന് പറഞ്ഞാൽ. ഇവിടെ ഒരു ജിഹാദിന്റെ ഒരു വിഷയത്തെ അവതരിപ്പിക്കുന്നിടത്ത് അംർ ഖാലിദ് പറയുന്നുണ്ട്, നിങ്ങൾ ജീവിതത്തിൽ നിങ്ങളോട് തന്നെ എങ്ങനെയാണ് നിങ്ങൾ ജിഹാദ് ചെയ്യേണ്ടത്. ആ ജിഹാദിന്റെ മറ്റൊരു മഹാമുഖത്തെ ഇബ്രാഹിം നബി തന്റെ മകനോട് പറയുന്നുണ്ട്. ആ മകൻ അത് അനുസരിക്കുന്നുണ്ട്. ഫലമ്മ അവർ രണ്ടുപേരും അള്ളാഹുവിന് മുസ്ലിമായപ്പോൾ എന്ന വാക്കിൽ, ആ മുസ്ലിമാകുക എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം നമ്മുടെ ഭാഷയിൽ നമ്മൾക്ക് പറയാതെ പോകുന്നത് കൊണ്ടാണ് അള്ളാഹുവിനോട് എങ്ങനെയാണ് പൂർണ്ണാർത്ഥത്തിൽ ഇസ്തിസ്ലാം ഏത് രൂപത്തിലായിരിക്കണം എന്ന് നമുക്ക് തിരിയാത്തത്. ഇബ്രാഹിം നബി അറബിയിൽ പറഞ്ഞ, ആ അറബിയിൽ ഉത്തരം നൽകിയ ആ ഒന്നിന് ഒരു മഹാ ആശയമുണ്ട്, ഒരു മഹാ അർത്ഥമുണ്ട്. ആ അർത്ഥത്തെ ആവാഹിക്കേണ്ടതുണ്ട്, ആ അർത്ഥത്തെ മനസ്സിലാക്കേണ്ടതുണ്ട് ആ കർമ്മം അനുഷ്ഠിക്കുമ്പോഴേ. അപ്പൊ അള്ളാഹുവിന് പൂർണ്ണാർത്ഥത്തിൽ സമർപ്പിതരായപ്പോൾ ആ സമർപ്പണത്തിന്റെ മൂർത്തമായ ഭാവത്തെ ഈ ഇടങ്ങളിലെല്ലാം പറഞ്ഞു വെക്കുന്നു. അവസാനം നിങ്ങൾ മടങ്ങുമ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ നാദിൽ നിങ്ങൾ തവക്കുൽ ചെയ്യേണ്ടത്, ആ തവക്കുലിന്റെയും പൂർണ്ണ രൂപത്തെ സഫാ മറവക്കിടയിൽ അള്ളാഹു പഠിപ്പിക്കുന്നു. ആരുമില്ലാത്ത, ഒരു തുള്ളി ജലമില്ലാത്ത, ഭക്ഷണമില്ലാത്തൊരു ഭൂമികയിൽ തന്റെ നാഥന്റെ തൃപ്തിയെ മാത്രം കാംക്ഷിച്ചുകൊണ്ട് തനിച്ച് തന്റെ കുഞ്ഞിനോടൊപ്പം നിൽക്കുകയും തന്റെ പിതാവിനോട്, തന്റെ ഭർത്താവിനോട് എല്ലാ അർത്ഥത്തിലും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും അങ്ങനെ തന്റെ ഭർത്താവിനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ പറഞ്ഞയച്ച് തന്റെ കുഞ്ഞും ഒരു സ്ത്രീയും തനിച്ചു നിൽക്കുകയും എല്ലാം നഷ്ടപ്പെടുമ്പോഴും എന്നെ എന്റെ നാഥൻ കൈവിടിയുകയില്ല എന്ന ബോധത്തോടുകൂടി ഒരു ഉമ്മ ഒരു ജലത്തിന് വേണ്ടി ഓടുന്ന, അള്ളാഹുൽ തവക്കുൽ ചെയ്തുകൊണ്ട് ഓടുന്ന ഒരു ഉമ്മയെ ജീവിതത്തിൽ ഏത് രൂപത്തിലാണ് നിങ്ങൾ പ്രകടിപ്പിക്കേണ്ടത്, ആ ഉമ്മയോട് നിങ്ങൾ ഏത് അർത്ഥത്തിലാണ് ചേർന്ന് നിൽക്കേണ്ടത്, ആ ഉമ്മയിൽ നിന്ന് നിങ്ങൾ എന്തെല്ലാം ജീവിത പാഠമാണ് നിങ്ങൾ ഉൾക്കൊള്ളേണ്ടത്, ആ മകനിൽ നിന്ന് എന്തെല്ലാം പാഠമാണ് നിങ്ങൾ ഉൾക്കൊണ്ട് ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ മറ്റൊരു തലത്തിലേക്ക് നിങ്ങൾ നീങ്ങേണ്ടത് എന്ന് പിന്നീട് സഫാ മറവക്കിടയിലെ നിങ്ങൾ അവസാനത്തെ ആ ഇഫാദത്തിന്റെ തവാഫ് കഴിഞ്ഞ് നിങ്ങൾ മടങ്ങുമ്പോൾ നിങ്ങളെ പഠിപ്പിക്കുന്നു എന്ന് ഇമാം ഷഅറാവി അവസാനമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. ഇനി സൂറത്തുൽ ഹജ്ജ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇനി സൂറത്തുൽ ഹജ്ജിന്റെ അവസാനത്തെ ഒരു ഭാഗമുണ്ട്. അവസാനത്തെ ഭാഗം സുജൂദ് ചെയ്യാൻ പറഞ്ഞുകൊണ്ടാണ് സൂറത്തുൽ ഹജ്ജ് അവസാനിക്കുന്നത്. അല്ലേ? യാ അയ്യുഹല്ലദീന ആമനൂ റുക്കഉ വസ്ജുദു വഅബ്ദു റബ്ബക്കും ലഅല്ലക്കും തുഫ്ലിഹൂൻ. ഇവിടെ നമുക്ക് ആദ്യമായിട്ട് അവതരിക്കുന്ന ആയത്തില് റസൂലുള്ളാഹിനോട് മാത്രം സുജൂദിന് ആവശ്യപ്പെടുകയും എന്നാൽ അവസാനമായി അള്ളാഹു സുജൂദ് കൊണ്ട് ആവശ്യപ്പെട്ട ഒരായത്താണിത്. അത് സൂറത്ത് ഹജ്ജിലാണുള്ളത്. ആ സൂറത്തുൽ ഹജ്ജില് പ്രവാചകനോട് ഉള്ള ഒരു കൽപ്പനയായിട്ടല്ല, മറിച്ച് മനുഷ്യ കുടുംബത്തോട് മുഴുവനുമുള്ള ആജ്ഞയായിട്ടാണ് ആ വാക്കിന് അള്ളാഹു പ്രയോഗിച്ചിരിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ റുക്കഉ വസ്ജുദു, നിങ്ങൾ റുക്കൂ ചെയ്യുകയും സത്യവിശ്വാസികളെ, അള്ളാഹുവിൽ പൂർണ്ണാർത്ഥത്തിൽ നിർഭയത്വം പ്രാപിച്ചവരെ, നിങ്ങൾ സുജൂദ് ചെയ്യുകയും നിങ്ങൾ റുക്കൂ ചെയ്യുകയും നിങ്ങൾ സുജൂദ് ചെയ്യുകയും ചെയ്യുവീൻ എന്ന് പറഞ്ഞുകൊണ്ട് സുജൂദ് കൊണ്ടുള്ള ആയത്ത് ഇറങ്ങിയ അവസാനമായി ഇറങ്ങിയ ആയത്താണ് ഈ സൂറത്ത് ഹജ്ജിലുള്ളത്. അപ്പോ നിങ്ങൾ ജീവിതത്തിൽ നിന്ന് മടങ്ങുമ്പോൾ ഈ ആയത്ത്, ഈ സൂറത്ത് പറയുന്നത് പോലെ, ഈ സൂറത്തിന്റെ അവസാനം അള്ളാഹു പറഞ്ഞു വെക്കുന്നത് പോലെ നിങ്ങൾ നിരന്തരം സുജൂദ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സ്വർഗത്തെ നിങ്ങൾ ഉറപ്പിക്കണമെന്ന് അള്ളാഹു പറഞ്ഞു വെക്കുകയാണ്. അതുകൊണ്ടാണ് പല സഹാബികളും റസൂലുള്ളാഹിനോട് പലതും ചോദിക്കുമ്പോൾ, മോള് ഫാത്തിമ ബീവി പോലും ആ അള്ളാഹുവിനോട് ചിലത് ചോദിച്ചപ്പോൾ മോളോട് പറയുന്നുണ്ട്, മോളെ ഫക്തിരി സുജൂദിനെ നീ അധികരിപ്പിക്കണമെന്ന്. അല്ലെ? പ്രവാചകന്റെ ഒരു ശിഷ്യൻ വന്നുകൊണ്ട് റസൂലുള്ളാഹിനോട് നീ ആവശ്യമുള്ളത് ചോദിച്ചു കൊള്ളുക എന്ന് പറയുമ്പോൾ അദ്ദേഹം, ഏതാണ് സഹാബി എന്ന് എനിക്ക് ഓർമ്മല്ല, അദ്ദേഹത്തോട് റസൂലുള്ളാഹിനോട് അദ്ദേഹം പറയുന്നുണ്ട്, അങ്ങയോടൊപ്പം ഒരു ഇരിപ്പിടം ലഭിച്ചാൽ മതി എന്ന്. റസൂൽ ഉടനെ പറയുന്നുണ്ട്, നീ എന്നെ ഒന്ന് സഹായിക്കണം, സുജൂദ് ചെയ്തുകൊണ്ട് നീ എന്നെ ഒന്ന് സഹായിക്കണം എന്ന്. അപ്പൊ സുജൂദ് ചെയ്യാന്നുള്ളത് അള്ളാഹുവിന്റെ ദിക്ർ നിലനിൽക്കുന്ന ഒരു മനുഷ്യന്റെ മാത്രമേ കൂടുതൽ സുജൂദ് ചെയ്യാൻ പറ്റുള്ളൂ. മരണാനന്തര ജീവിതം എല്ലാ സമയത്തും മുറിയാതെ നിൽക്കുന്ന, അതിനെക്കുറിച്ച് ഓരോ കാൽവെപ്പിലും അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന, ഓരോ കാൽവെപ്പിലും ഉരുവിടുന്ന പ്രാർത്ഥനയില് അതിന്റെ അർത്ഥവും ലക്ഷ്യവും മനസ്സിലാക്കിക്കൊണ്ട് അതിനെ പ്രയോഗിക്കുന്ന ഒരു മനുഷ്യന് മാത്രമേ സുജൂദ് ധാരാളമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഈ സൂറത്ത് മരണവും മരണാനന്തര ജീവിതവും പറഞ്ഞു തുടങ്ങുകയും അതിന്റെ അവസാനം 77-ാമത്തെ ആയത്ത്
സുജൂദ് കൊണ്ട് അവസാനിപ്പിക്കുകയും ചെയ്യാണ്. അപ്പൊ നിങ്ങൾക്ക് അള്ളാഹുവിലേക്കുള്ള മടക്കം എളുപ്പമാകാൻ, അള്ളാഹുവിന്റെ സന്നിധിയിൽ നിങ്ങളുടെ സ്വർഗപ്രവേശനം എളുപ്പമാകാൻ മനുഷ്യരെ നിങ്ങൾ ഭൂമിയിൽ എന്താക്കുവീൻ, നിങ്ങളുടെ നാഥന് അവൻ നിങ്ങൾക്ക് നൽകിയ മുഴുവൻ അനുഗ്രഹങ്ങളെയും സ്മരിച്ചുകൊണ്ട് നിങ്ങൾ പൂർണ്ണാർത്ഥത്തിൽ നിങ്ങൾ സാഷ്ടാംഗ പ്രണാമം അർപ്പിക്കുവീൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സൂറത്ത് അവസാനിക്കുകയും ചെയ്യാണ്. ചുരുക്കത്തില് ഹജ്ജിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ മരണവും മരണാനന്തര ജീവിതവും, ജീവിതത്തിൽ ഈ ഭൗതിക ലോക ജീവിതത്തിൽ നിങ്ങൾക്ക് ഇനി സമയം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെയൊക്കെ നിങ്ങളോട് തന്നെ നിങ്ങൾ പോരാടുകയും ആ ജീവിതത്തിൽ കടന്നു വരുന്ന പൈശാചിക ചിന്തകളെ ഏതെല്ലാം തരത്തിൽ നിങ്ങൾ തടുക്കുകയും അതിനെ പ്രതിരോധിക്കുകയും ജീവിതത്തെ അള്ളാഹുവിന്റെ ദിക്ർ കൊണ്ട് സമ്പുഷ്ടമാക്കുകയും ചെയ്യേണ്ടതുണ്ട്. എങ്ങനെയാണ് നിങ്ങൾ അള്ളാഹുവിന് മുസ്ലിം ആകേണ്ടത്, എങ്ങനെയാണ് നിങ്ങൾ ജീവിതത്തിൽ നിങ്ങൾക്ക് സമയം ലഭിക്കുകയാണെങ്കിൽ ഏത് രൂപത്തിലായിരിക്കണം നിങ്ങൾ അള്ളാഹുൽ തവക്കുൽ ചെയ്യേണ്ടത് എന്നുള്ള മഹാപാഠങ്ങളെയെല്ലാം തന്നെ ഈ കർമ്മങ്ങൾ ഓരോ മനുഷ്യനോടും പഠിപ്പിക്കുന്നു. അത് തിരിച്ചറിയാന് ആ കർമ്മം അനുഷ്ഠിക്കുന്നതിന് മുമ്പ് സൂറത്ത് ഹജ്ജ് ആത്മാവ് തൊട്ടറിഞ്ഞുകൊണ്ട് ഒന്ന് പാരായണം ചെയ്താൽ മതിയാകും. എല്ലാം തന്നെ അതിൻ്റെ ഉള്ളിലടങ്ങിയ എല്ലാ രഹസ്യങ്ങളും, എല്ലാ ജീവിത സന്ദേശങ്ങളും, എല്ലാ അർത്ഥവത്തായ മൂല്യവത്തായ ഉപദേശങ്ങളും ഹജ്ജിന്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന ഉപദേശങ്ങളും അള്ളാഹു നമ്മെ പഠിപ്പിക്കും. അതിനാൽ ഹജ്ജ് മരണമുഖത്തേക്കുള്ളൊരു യാത്രയാണ്. മരണത്തെ അടുത്തറിയുവാൻ, നമ്മുടെ യാത്രയെ അടുത്തറിയുവാൻ, മരണാനന്തര ജീവിതത്തെ അടുത്തറിയുവാൻ, മറ്റുള്ളവർ നമുക്ക് വേണ്ടി കരയുന്നതിന് മുമ്പ് നമുക്ക് സ്വയം നമ്മളെ കുറിച്ച് ഓർത്തൊന്ന് കരയുവാൻ, മറ്റുള്ളവർ നമ്മെ കഫംപൂട അടിയിക്കുന്ന സമയത്ത്, നമ്മൾ മരിച്ചു കിടക്കുന്ന സമയത്ത് മറ്റുള്ളവർ നമുക്ക് വേണ്ടി നിലവിളിക്കുന്ന ഒരു നിലവിളിയുണ്ട്, ഒരു കണ്ണീരൊഴുക്കലുണ്ട്. ആ മനുഷ്യനെ കുറിച്ച് ഓർത്തുകൊണ്ട്, ആ മനുഷ്യന്റെ ജീവിതത്തെ സ്മരിച്ചുകൊണ്ട്, ആ മനുഷ്യനോട് സ്നേഹമുള്ളവർ അയാൾക്ക് വേണ്ടി കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന നിമിഷമുണ്ട്. മീഖാത്തിൽ നിങ്ങൾ നിൽക്കുമ്പോൾ, ഈ പറഞ്ഞ കർമ്മങ്ങൾ അവിടെ അനുഷ്ഠിക്കുമ്പോൾ നമ്മെക്കുറിച്ച് ഓർത്ത്, നമ്മുടെ കർമ്മങ്ങളെ കുറിച്ചോർത്ത്, നമ്മുടെ മടക്കത്തെ കുറിച്ചോർത്ത് നമ്മൾ സ്വയം മറ്റുള്ളവർ കരയുന്നതിന് മുമ്പ് നമുക്ക് വേണ്ടി കരഞ്ഞുകൊണ്ടുള്ള ഒരു യാത്ര പുറപ്പെടാൻ, അള്ളാഹുവിലേക്കുള്ള ഒരു മിഅ്റാജിന് ഒരുങ്ങാൻ ഒരു ഹാജിക്ക് കഴിയണം. മഹ്ശറയിൽ പോയി നിന്നിട്ട് അള്ളാഹുവിലേക്ക് മാത്രം, അള്ളാഹുവിനെ ഭയപ്പെട്ട് പേടിച്ച് വിറച്ചു നിൽക്കുന്നതിന് മുമ്പ് ആ മഹ്ശറയെ ഓർക്കുകയും അള്ളാഹുവിലേക്ക് ഇവിടെ നിന്നുകൊണ്ട് തന്നെ അതിന്റെ ഒരു ട്രയൽ നമ്മൾ നടത്തുകയും അങ്ങനെ ആ ദിവസത്തെ ഏറ്റവും നന്നായി മനസ്സിലാക്കിയിട്ട് നമ്മളെ ജീവിതത്തിൽ ഇനി അങ്ങോട്ട് പൈശാചിക ഇടപെടൽ നടത്താത്ത രൂപത്തിലുള്ള പിശാചിനോടുള്ള സമരം പ്രഖ്യാപിക്കുകയും ശേഷം മലായിക്കത്ത് എങ്ങനെയാണോ തസ്ബീഹും തഹ്ലീലും പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ സിംഹാസനത്തിന് ചുറ്റും വലയം ചെയ്യുന്നത്, അതുപോലെ അള്ളാഹുവിന്റെ അർശിന് ചുവട്ടിലുള്ള അള്ളാഹുവിന്റെ ഭവനത്തിന് ചുറ്റും ഒരു മലായിക്കത്തിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് മാലാഖമാരെ ഓർത്തുകൊണ്ട് അള്ളാഹു തസ്ബീഹിലും തഹ്ലീലും മുഴുകി പൂർണ്ണ വിശുദ്ധിയോടുകൂടി മാറി. അതിനുശേഷം ജീവിതത്തിലെ പ്രതിസന്ധികളിലേക്ക് കടക്കുമ്പോൾ, ജീവിതത്തിന്റെ പരുക്കൻ മരുപ്പറത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ ഒരു ഹാജറ എന്ന് പറയുന്ന ഉമ്മയുടെ മനസ്സിനെ പേറിക്കൊണ്ട്, ആ ഒരു മകന്റെ ദൃഢബോധ്യതയെ പേറിക്കൊണ്ട് ജീവിതത്തിലെ പരുക്കൻ മരുപ്പറത്തിലേക്ക് കടക്കുമ്പോൾ ഉൾക്കൊള്ളേണ്ട ജീവിതാശയവും അതിൽ നിന്ന് മനുഷ്യന് ലഭിക്കുന്നു. ഇങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് ഈ കർമ്മത്തെ അനുഷ്ഠിക്കുന്നവന് തീർച്ചയായും ജീവിതത്തിൽ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതുപോലെ ഒരാള് അള്ളാഹുവിൽ പൂർണ്ണ സമർപ്പിതനായിക്കൊണ്ട് ഒരാൾ ഹജ്ജ് ചെയ്തു കഴിഞ്ഞാൽ അവന് സ്വർഗമല്ലാതെ മറ്റൊന്നുമില്ല എന്ന് പറഞ്ഞ ആ ഹദീസ് അവന്റെ ജീവിതം കൊണ്ട് അവൻ അതിന് വ്യാഖ്യാനം നൽകാൻ കഴിയും. അള്ളാഹു അത്തരത്തിലുള്ള സച്ചരിതരായ മനുഷ്യരിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ച് ചെറിയ ഈ അവതരണം അവസാനിപ്പിക്കുന്നു. ഇത് കേൾക്കുന്ന ഹാജിമാര് സൂറത്ത് ഹജ്ജ് നന്നായി പാരായണം ചെയ്ത് ഈ പറഞ്ഞതെല്ലാം അതിന്റെ ഉള്ളിൽ നിന്ന് അവര് സ്വാംശീകരിച്ച് ഈ കർമ്മത്തെ ധന്യമാക്കുവാൻ ഞാനും അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ നമ്മളെ സ്മരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ ചെറിയ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.